വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 25 മുതൽ ഉള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറ്റി കഴിഞ്ഞുവെന്നറിഞ്ഞു തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞ് ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മെ സ്നേഹിക്കുന്നുള്ള ബോധ്യത്തോടെ പറഞ്ഞ് സ്വരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ചുള്ള ക്ലാസ് തുടരുകയാണ്. മനസ്സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ഒരു തെറ്റിദ്ധാരണ, ഒത്തിരിയേറെ സമ്പത്തൊക്കെ നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സ്വസ്ഥമായി, അല്ലേ, സമാധാനമായിട്ട് ജീവിക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാരണം സമ്പത്തില്ലാത്തതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ല. ഇപ്പൊ നമ്മൾക്ക് എന്തൊക്കെ ലഭിച്ചാലും, എന്തുമാത്രം സമ്പത്തുണ്ടായാലും, നമ്മൾ എന്തൊക്കെ ചുരുക്കൂട്ടിയാലും, എന്തൊക്കെ നേടിയാലും അതൊന്നും മനസ്സിന് സമാധാനം തരണമെന്നില്ല. കാരണം സമ്പത്തില്ലാത്ത എത്രയോ വ്യക്തികളാണ്, സമ്പാദ്യങ്ങളില്ലാത്ത വ്യക്തികളൊക്കെ സമാധാനമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സമ്പത്തിന് മാനദണ്ഡമല്ല സമാധാനമായിട്ട് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്ര പദവിയിലുള്ളവരാണെങ്കിലും, നമ്മൾ എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ പേര് കേട്ട വ്യക്തിയാണെങ്കിലും, നമ്മുടെ സമ്പാദ്യമോ നമ്മുടെ പദവിയോ നമ്മുടെ പ്രശസ്തിയോ ഒന്നുമല്ല നമ്മുടെ സമാധാനത്തിൻ്റെ തോത് നിർണയിക്കുന്നത്. സമാധാനം നമ്മുടെ മനസ്സിൽ നമ്മൾ കെടാതെ സൂക്ഷിക്കേണ്ട ഒരു ഭാവമാണ്. പ്രതിസന്ധികളില്ലാത്ത അവസ്ഥയല്ല സമാധാനമെന്ന് പറയുന്നത്. രോഗപീഠകളില്ലാത്ത അവസ്ഥയല്ല സമാധാനം. അതുപോലെ ആകുലതകൾ, അസ്വസ്ഥതകളില്ലാത്ത ഒരവസ്ഥയുമല്ല സമാധാനമെന്ന് പറയുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, ആകുലതകളുടെ നടുവിലും, അതുപോലെ പരിഹരിക്കപ്പെടാനാകാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും തളരാതെ, മനസ്സിടിയാതെ മുന്നോട്ട് പോകുന്ന ആ ഒരു മനസ്സിൻ്റെ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു മനസ്സിൻ്റെ ഭാവമാണ് സമാധാനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട്, അല്ലെ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് സമാധാനമായിരിക്കാം, സ്വസ്ഥത അനുഭവിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ജീവിതത്തിൽ നടക്കാത്ത കാര്യമായിരിക്കും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. മൈക്കിൾ ജാക്സനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അദ്ദേഹം ഒരു അമേരിക്കൻ ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും നർത്തകനും അഭിനേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു. പോപ്പ് രാജാവെന്നറിയപ്പെടുന്ന ഇദ്ദേഹം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തിയെന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. സംഗീതം, നൃത്തം, ഫാഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ 4 പതിറ്റാണ്ടിലേറെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റി. 100-ലേറെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, ആവശ്യത്തിലധികം സമ്പാദിച്ചിട്ടും ലോകം മുഴുവൻ ആരാധകരുണ്ടായിരുന്നിട്ടും പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നിട്ടും മൈക്കിൾ ജാക്സന്റെ ജീവിതം സമാധാനപൂർണമായ ഒരു ജീവിതമായിരുന്നില്ല. അദ്ദേഹം മയക്കുമരുന്നിനടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം 150 വർഷം വരെ ജീവിക്കണമെന്നുള്ളതായിരുന്നു. അതിനായിട്ട് ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പരിശോധിക്കാനായിട്ട് 12 ഡോക്ടർമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തയ്യാറാക്കുന്ന ഭക്ഷണം മുഴുവൻ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. അതുപോലെ ബോഡി ഫിറ്റ്നസിന് വേണ്ടി വ്യായാമ മുറകൾ പറഞ്ഞു കൊടുക്കാനും അത് ചെയ്യിക്കുവാനും നിരീക്ഷിക്കുവാനായിട്ട് 15 പേരുടെ ഒരു ടീം അംഗങ്ങൾ ഉണ്ടായിരുന്നു. 15 പേരടങ്ങുന്ന ടീം അംഗങ്ങൾ. ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലെവൽ നിയന്ത്രിക്കാൻ സാധിക്കും വിധത്തിലുള്ള സംവിധാനങ്ങളുള്ള ഒരു ബെഡാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അവയവദാതാക്കളെ ഏത് സാഹചര്യത്തെ നേരിടാൻ തക്ക രീതിയിൽ തയ്യാറാക്കി നിർത്തിയിരുന്നു. സ്വന്തം ചെലവിൽ അവരെ പരിചരിച്ച് തയ്യാറാക്കി നിർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ 25 വർഷം ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ അദ്ദേഹം ഒന്നും ചെയ്തിരുന്നില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിരുന്നില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത്രയുമൊക്കെ ചെയ്തിട്ടും എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്? 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. വളരെ ദുഃഖിതനായി, സമാധാനമില്ലാതെ അയാൾക്ക് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. ജൂൺ 25, 2009 അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഒരാൾ ഈ ലോകത്തിൽ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. സംതൃപ്തിയോടെ, സമാധാനത്തോടെ നമുക്ക് കിട്ടുന്ന ജീവിതകാലം സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ജീവിതം അവസാനിക്കുമ്പോൾ മാത്രം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ സമ്പാദ്യങ്ങൾക്കും നമ്മൾ നേടിയ പേരിനും പ്രശസ്തിക്കും നമ്മൾ നേടിയ കയ്യടികൾക്കും നമ്മൾ വാരിക്കൂട്ടിയ പുരസ്കാരങ്ങൾക്കുമൊന്നും നമ്മെ തൃപ്തരാക്കുവാനോ നമുക്ക് സമാധാനവും സ്വസ്ഥതയും തരാനോ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ വൈകി മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്. നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ നമുക്ക് സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും തരുന്നില്ലെങ്കിൽ അവ സമ്പാദിച്ചതുകൊണ്ട്, അവയെല്ലാം നേടിയെടുത്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനമെന്ന് പറയുന്നത് ആന്തരികമായ ശാന്തതയാണ്, മനസ്സിന്റെ സ്വസ്ഥമായ ഒരവസ്ഥയാണ്. ഈ സ്വസ്ഥതയുള്ളവർക്ക് അവർ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും
അവർക്ക് എത്ര വലിയ പ്രശ്നങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതൊന്നും അവരുടെ മനസ്സിന്റെ സ്വസ്ഥതയെ തകർക്കുകയില്ല. അവർക്ക് അവരുടെ പ്രതിസന്ധികളെല്ലാം ശാന്തതയോടെ സമാധാനത്തോടെ നേരിടുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സത്യം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ആത്മാർത്ഥമായിട്ട് വിളിക്കാം, പൂർണ്ണ ബോധ്യത്തോടെ വിളിക്കാം. മനസ്സിന് സ്വസ്ഥത വേണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം. ഈശോ തരുന്ന സമാധാനം സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സിന്റെ തുറവിയോടെ വിളിക്കാം. സമാധാനത്തിന്റെ രാജാവായവനെ, ഞങ്ങളുടെ മനസ്സിന് ശാന്തത തരണമേ. സമാധാനം ഞങ്ങളിൽ നിലനിർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ അങ്ങേ സമാധാനം നിറയ്ക്കണമേ. മനസ്സിന് സ്വസ്ഥത നൽകണമേ. സമാധാനത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ വ്യാകുലങ്ങളിലൂടെ കടന്നുപോയപ്പോഴും എങ്ങനെയാണ് സമാധാനത്തോടെ സ്വസ്ഥതയോടെ അവയെല്ലാം നേരിട്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാവിൻ്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ആദ്യത്തെ 4 വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് പറഞ്ഞ ആദ്യത്തെ വ്യാകുലത്തെ മറിയം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെ പ്രാർത്ഥനയാക്കി മാറ്റി ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി അതിനെ സമാധാനത്തോടെ മറിയം സ്വീകരിച്ചു. അതായിരുന്നു ഒന്നാമത്തെ വ്യാകുലം. ഈജിപ്തിലേക്കുള്ള പലായനം പരിശുദ്ധാമ്മയുടെ ഹൃദയത്തിൽ തറച്ചു കയറിയ രണ്ടാമത്തെ വാളായിരുന്നു. ഈ യാത്രയിൽ അമ്മയെ നയിച്ചത് മാനുഷികമായിട്ടുള്ള ചിന്തകളായിരുന്നില്ല, മാനുഷികമായിട്ടുള്ള കണക്കുകൂട്ടലുകളൊന്നും ആയിരുന്നില്ല. പരിശുദ്ധ അമ്മയുടെ മനസ്സു നിറയെ ജോസഫിന്, യൗസേപ്പ് പിതാവിന് ദർശനം നൽകിയ മാലാഖയുടെ നിർദ്ദേശങ്ങളായിരുന്നു. ഹെറോദേസിന്റെ കൽപ്പനകൾക്കോ വിധി നടപ്പാക്കുന്ന പടയാളികൾക്കോ ഒന്നും മറിയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സമാധാനത്തെ, മറിയത്തിന്റെ സ്വസ്ഥതയെ തകർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പരിശുദ്ധം അനുഭവിച്ച മൂന്നാമത്തെ വ്യാകുലം ബാലനായ യേശുവിനെ 3 ദിവസം ദേവാലയത്തിൽ കാണാതെ ആയപ്പോൾ ഉണ്ടായ ആ അമ്മ അനുഭവിച്ച വേദനയാണ്. വേദനാജനകമായ ഒരു സാഹചര്യത്തെ യൗസേപ്പ് പിതാവും മാതാവും ഒരുമിച്ച് നേരിടുകയാണ്. മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് പരസ്പരം കുറ്റം പറയാതെ, പരസ്പരം പഴിചാരാതെ നഷ്ടപ്പെട്ട ആ യേശുവിനെ കണ്ടെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ ജെറുസലേമിനെ ലക്ഷ്യമാക്കി നടക്കുന്ന പരിശുദ്ധ അമ്മയെയും യൗസേപ്പ് പിതാവിനെയുമാണ് നമ്മൾ ഈ യാത്രയിൽ കണ്ടുമുട്ടുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മാതാവും യൗസേപ്പ് പിതാവും എങ്ങനെ പഴിചാരാമെന്നല്ല, എങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താമെന്നല്ല ചിന്തിക്കുന്നത്, മറിച്ച് എങ്ങനെ ഒരുമയോടെ സമാധാനത്തിൽ നിൽക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പരിശുദ്ധമ്മയുടെ 4-ാമത്തെ വ്യാകുലം കുരിശു വഹിച്ചു കൊണ്ടുപോകുന്ന യേശുവിനെ പരിശുദ്ധ അമ്മ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആ സങ്കടകരമായ രംഗമാണ്. കുരിശിന്റെ വഴിയിൽ തളർന്നു വീഴാതിരിക്കാൻ തൻ്റെ മകന് ആത്മീയമായ ശക്തി പകർന്നുകൊണ്ട് ആ അമ്മ മകനോടൊപ്പം ആ കുരിശ് യാത്രയിൽ പങ്കെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന
ആ സമാധാനത്തിന്റെ ശക്തിയിലാണ് പരിശുദ്ധ കുരിശിന്റെ വഴിയിൽ തന്റെ ദൈവകുമാരനെ വാത്സല്യത്തോടെ അനുഗമിച്ചത്. ആ കുരിശ് യാത്രയിലും പരിശുദ്ധ അമ്മ സമാധാനത്തിന്റെ റാണിയായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ 4 വ്യാകുലങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പരിശുദ്ധ അമ്മ അനുഭവിച്ച 5ാമത്തെ വ്യാകുലത്തെ കുറിച്ചാണ്. 5ാമത്തെ വ്യാകുലം ഏതാ? പരിശുദ്ധ അമ്മയുടെ 5ാമത്തെ വ്യാകുലം ഈശോ കുരിശിൽ മരിക്കുന്ന രംഗം, മാതാവ് കണ്ടു നിൽക്കുന്ന ആ ഒരു രംഗമാണ് 5ാമത്തെ വ്യാകുലം. കുരിശിന്റെ വഴിയിലെ അവസാന ഘട്ടങ്ങൾ മറിയത്തിന്റെ മാതൃഹൃദയത്തെ എന്തുമാത്രം കീറിമുറിച്ചിട്ടുണ്ടെന്ന് ആർക്കാണ് ഊഹിക്കുവാനായിട്ട് കഴിയുന്നത്? കാൽവരി മലമുകളിൽ ആ അമ്മ കടന്നുപോയ കഠോരമായ ആന്തരിക പീഡകളെക്കുറിച്ച് ആർക്കാണ് പൂർണ്ണമായിട്ട് വിവരിക്കുവാൻ സാധിക്കുന്നത്? ഒരു ചിത്രകാരനും ആ വേദനകളുടെ മണിക്കൂറുകളെ, മറിയം കടന്നുപോയ ആ ആന്തരിക സംഘർഷത്തെ തന്റെ ചായ കൂട്ടുകൊണ്ട് ക്യാൻവാസിലേക്ക് ഒരിക്കലും പകർത്തുവാനായിട്ട് സാധിക്കില്ല. ഒരെഴുത്തുകാരന് തന്റെ തൂലിക കൊണ്ട് ആ മണിക്കൂറിലെ മാനസിക വ്യഥയെക്കുറിച്ച് വിവരിക്കുവാനാകില്ല. ഒരു നാടകകൃത്തിനും തന്റെ ഭാവനയിലൂടെ എത്ര അധികം പരിശ്രമിച്ചാലും ആ മാനസിക സംഘർഷങ്ങളെ, മറിയം അനുഭവിച്ച വേദനകളെ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം ആ അമ്മ കടന്നുപോയ മനോവേദനകളുടെ മണിക്കൂറുകൾ, അവളുടെ ആന്തരിക പീഡകൾ, അവയെല്ലാം നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ഭാവനയ്ക്കും അപ്പുറമാണ്. അവയെല്ലാം വിവരണാതീതമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തന്റെ തിരുക്കുമാരന്റെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നത്, പരസ്യമായി നഗ്നനാക്കപ്പെടുന്നത്, നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വന്നവളാണ് പരിശുദ്ധ അമ്മ. രക്തത്തിലൊട്ടിപ്പിടിച്ചിരുന്ന അവന്റെ വസ്ത്രങ്ങൾ ഭ്രാന്തമായ ഒരു ആവേശത്തോടെ പടയാളികൾ പിച്ചു ചീന്തിയെടുക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം, ആ മറിയത്തിന്റെ ഹൃദയം എന്തുമാത്രം ഉലഞ്ഞിട്ടുണ്ടാകണം. കൊന്നും കൊല വിളിച്ചും മൃഗങ്ങൾക്കെറിഞ്ഞുകൊടുത്തും ക്രൂരവിനോദങ്ങൾ നടത്തുന്നവർക്ക് മറ്റുള്ളവരുടെ പ്രാണവേദന കാണുമ്പോൾ അവർക്കതാനന്ദമാണ്. എന്നാൽ നൊന്തു പ്രസവിച്ചൊരമ്മയ്ക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമാണ്. നഗ്നമാക്കപ്പെട്ട മുറിവുകൾ കൊണ്ട് നിറഞ്ഞ ഈശോയുടെ ശരീരത്തെ പടയാളികൾ കുരിശിലേക്ക് എടുത്തെറിയുമ്പോൾ മറിയത്തിന്റെ ഹൃദയമാണ് കൂടെ ഉലയുന്നത്. ആണിപ്പഴുതുകളിലേക്ക് അവന്റെ കൈകാലുകളെ കയറിട്ട് വലിച്ചടുപ്പിക്കുമ്പോൾ വലിഞ്ഞു മുറുകുന്നത് ആ അമ്മയുടെ ഹൃദയം കൂടിയാണ്. ഈശോയുടെ കൈവെള്ളയിലൂടെ കാരിരും പാടികൾ അടിച്ചു കയറ്റുമ്പോൾ, രക്തം വാർന്നൊഴുകുമ്പോൾ മുറിവേൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിനു കൂടിയാണ്. അവന്റെ ശരീരത്തെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ ആ കുരിശിനെ ആകാശത്തിനും ഭൂമിക്കും നടുവിലായി കുത്തി നിർത്തുമ്പോൾ ഉള്ളുപൊള്ളി വേദനിക്കുന്നത് ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ്. കഴുകന്മാർ കൊത്തി വലിച്ച് തിന്നു തീർക്കുന്നത് വരെ ആ ശരീരം അവിടെ കിടക്കണമെന്നാണ് വിധി. ശരീരത്തിൽ ഇനിയൊരു ഭാഗം പോലും മുറിവേൽക്കപ്പെടാൻ ബാക്കിയില്ലാത്ത വിധം ശരീരം മുഴുവൻ ഒരൊറ്റ മുറിവ് പോലെ ആയിത്തീർന്ന് കുരിശിൽ കിടക്കുന്ന തന്റെ മകന്റെ അന്ത്യവിനാഴികയ്ക്ക്
കാവൽ നിൽക്കേണ്ടി വന്ന ആ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ശിമയോൻ പ്രവചിച്ചതുപോലെ സഹനത്തിന്റെ വാളുകൾ ഓരോന്നായി കടന്നു പോകുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടക്കുന്ന ഒരാൾ മരിക്കുന്നത് ശ്വാസം മുട്ടിയാണ്. തന്റെ പ്രാണന്റെ പ്രാണനായ ശ്വാസത്തിന്റെ ശ്വാസമായവൻ, എന്തിന് സർവചരാചരങ്ങൾക്കും ശ്വാസം നൽകിയവൻ, ശ്വാസം കിട്ടാതെ മരിക്കുന്നതിന്റെ ആത്മഭേദകമായ ആ കാഴ്ച മറിയം എങ്ങനെയാണ് കണ്ടുനിന്നത്? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന പ്രാർത്ഥനയുടെ ദീനരോധനം കേട്ടപ്പോൾ കുരിശിന്റെ താഴെ നിന്ന അമ്മയുടെ ഉദരമാണ് പിടഞ്ഞത്. അമ്മയുടെ ഹൃദയത്തിന്റെ ഉൾത്താപം ഉയർന്ന് ആ അമ്മയുടെ നെഞ്ചിടിപ്പാണ് കൂടിയത്. ഓരോ കുഞ്ഞിന്റെ ദീനരോധനത്തിലും അമ്മമാരുടെ നെഞ്ചുകൾ പിടയാറുണ്ട്, അവരുടെ ഉദരമുലയാറുണ്ട്. മക്കളുടെ വേദന അമ്മമാരുടെ ദുഃഖമാണ് വർദ്ധിപ്പിക്കുന്നത്. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തലചായ്ച്ചു മരിക്കുമ്പോൾ അവനിൽ നിന്നും പ്രാണൻ വേർപെടുന്നത് ആ അമ്മ കുരിശിൻ ചുവട്ടിൽ കണ്ടു നിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിൻ ചുവട്ടിൽ നിന്ന് ആ അമ്മയുടെ വ്യാകുലങ്ങളെ കുറിച്ച് എന്തു പറഞ്ഞാലും എത്ര വിവരിച്ചാലും അവയൊക്കെ മതിയാകാതെ വരും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുരിശിൻ ചുവട്ടിലെ അമ്മ ഒരു സഹന സൂര്യനാ. ഉള്ളു പൊള്ളുമ്പോഴും ചുറ്റുപാടുമുള്ള അന്ധകാരമകറ്റി അവിടെ പ്രകാശം കൊണ്ടുവരുന്ന ഒരു സഹന സൂര്യൻ. മനസ്സ് വേദനിക്കുമ്പോഴും സ്വയം മറന്ന് എല്ലാം സഹിക്കുന്നവൾ. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ധ്യാനിക്കുന്നത് മാതാവിന്റെ സങ്കടങ്ങളെ കുറിച്ചല്ല, ആ പരിശുദ്ധ കടന്നുപോയ തീവ്ര ദുഃഖത്തെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. കുരിശിൻ ചുവട്ടിലെ സങ്കടക്കടലിൽ നിൽക്കുമ്പോഴും ആ കണ്ണീർ സാഗരത്തിൽ പരിശുദ്ധ അമ്മ മുങ്ങുമ്പോഴും അവൾക്ക് എങ്ങനെയാണ് സമാധാനത്തിന്റെ റാണിയായി നിൽക്കുവാൻ കഴിഞ്ഞത് എന്നതാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും തന്റെ ഏകപുത്രന്റെ മരണം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും തളർന്നിരിക്കാതെ കുഴഞ്ഞു വീഴാതെ മറിയത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിന് കാരണം ആ മറിയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ഫലമായ സമാധാനമുണ്ടായിരുന്നത് കൊണ്ടാണ്. പരിശുദ്ധമ്മ തന്റെ സങ്കടകാലത്ത് പിടിച്ചു നിന്നത് ആ കുരിശിലാണ്. തളർന്നു വീഴാതിരിക്കാൻ കുരിശ് അവൾക്കൊരു താങ്ങായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദുഃഖ സങ്കടങ്ങളിൽപ്പെട്ട് തളർന്നു പോകുന്നവർക്ക് വീഴാതിരിക്കാൻ കുരിശൊരു പിടിവള്ളിയാണ്. നമ്മുടെ സഹനയാത്ര, നമ്മുടെ സങ്കടയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദുഃഖസാഗരങ്ങളിൽ മുങ്ങിത്താഴാതിരിക്കണമെങ്കിൽ ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും ആശ്രയിക്കാവുന്ന ഒരു നങ്കൂരമാണ് കുരിശെന്ന് പറയുന്നത്. നമ്മളെ ഈ ജൂബിലി വർഷത്തിൽ എന്താ വിശേഷിപ്പിച്ചിരിക്കുന്നത്? പ്രത്യാശയുടെ തീർത്ഥാടകർ അല്ലെ? ജൂബിലി വർഷം അവസാനിക്കാൻ പോലും 2025 ജൂബിലി വർഷമാണ്. നമ്മളൊക്കെ പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. നമ്മൾ കുരിശിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. ഈ കുരിശിനെ ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു നങ്കൂരത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ കുരിശിനെയാണ്. കുരിശിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ കടന്നു പോകുന്ന സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
പ്രിയപ്പെട്ടവരെ, കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തിന്റെ ഹൃദയത്തിലെ സമാധാനം കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ സമാധാനത്തിന്റെ പ്രതിബിംബനമാണ്. സൂര്യന്റെ വെളിച്ചം ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ സമാധാനം മറിയത്തിൽ പ്രതിഫലിക്കുകയാണ്. അതുകൊണ്ട് മറിയം, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ഒരു മാതൃകയാണ്. ദുഃഖസങ്കടങ്ങളുടെ സമയത്ത് കുരിശോട് ചേർന്ന് നിന്നാൽ, ക്രൂശിതനെ വിട്ടുപിരിയാതെ നിന്നാൽ ഏത് പ്രതിസന്ധിയിലും സമാധാനം നഷ്ടപ്പെടാതെ നിലനിൽക്കാമെന്ന് പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമ്മയെ നമ്മൾ സമാധാനത്തിന്റെ രാജ്ഞി എന്ന് കൂടി വിശേഷിപ്പിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, അമ്മേ. അധരം തുറന്ന് വിളിക്കാം. തന്റെ പുത്രന്റെ സഹനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളെ, ഈശോയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടവളെ, കുരിശിൻ ചുവട്ടിൽ തളരാതെ നിന്നവളെ, സങ്കട സമയത്ത് കുരിശിൽ പിടിച്ചു നിന്നവളെ, മകന്റെ അന്ത്യവിനാഴികയ്ക്ക് കാവൽ നിൽക്കേണ്ടി വന്നവളെ, ഈശോയുടെ സമാധാനത്തെ തന്റെ ഹൃദയത്തിൽ പ്രതിഫലിപ്പിച്ചവളെ, സമാധാനത്തിന്റെ രാജ്ഞിയായവളെ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പിടഞ്ഞ ഈശോയുടെ ഉള്ളിലെ സമാധാനം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ്. മറിയം മാത്രമല്ല ഇവിടെ സംഘർഷത്തിലൂടെ കടന്നു പോകുന്നത്. ഈശോയും കുരിശിൽ കിടന്നുകൊണ്ട് സഹിക്കുകയാണ്. അപ്പോൾ ആ കുരിശിൽ കിടന്ന് സഹിച്ച ഈശോയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സമാധാനം എപ്രകാരമായിരുന്നു എന്നതിനെ കുറിച്ചും നമ്മൾ വിചിന്തന വിഷയമാക്കേണ്ടതാണ്. ഈശോയെ കുരിശിൽ തറച്ച പടയാളികൾക്കോ ഈശോ അനുഭവിച്ച സഹനങ്ങൾക്കോ ഒന്നും ഈശോയുടെ ഉള്ളിലെ സമാധാനത്തെ നഷ്ടപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല, തകർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ക്രിസ്തുവിന്റെ ഉള്ളിലെ സമാധാനത്തെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ ചില വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് അപഗ്രഥിക്കുവാനായിട്ട് കഴിയും. എത്ര വാക്കുകളായിരുന്നു ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്? എത്ര വാക്യങ്ങളാണ്? കുരിശിൽ കിടക്കുമ്പോൾ ഈശോ പറഞ്ഞ ഒരു വാക്യങ്ങളുണ്ടല്ലോ, എത്രയാണ്? 3. ചേട്ടനെവിടെ? കർത്താവ് പറഞ്ഞ 7 വാക്യങ്ങളാണ്. 7 വാക്യങ്ങൾ, 7 വചനങ്ങള് കർത്താവ് കുരിശിൽ കിടന്ന് പറയുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വചനം തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയുള്ള, പടയാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. അതാണ് ആദ്യത്തെ വചനം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് സ്വയം മറന്ന്, സ്വന്തം വേദന മറന്ന്, തന്നോട് മനുഷ്യർ കാട്ടുന്ന ഈ കൊടും ക്രൂരതകളൊക്കെ മറന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞത്? കാരണം അവന്റെ ഹൃദയത്തെ ഭരിച്ചത്, യേശുവിന്റെ ഹൃദയത്തെ ഭരിച്ചത് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനമാണ്. ഒരുവനെ കുറിച്ചുള്ള ദൈവനിശ്ചയം തിരിച്ചറിയുന്നതും അത് പൂർത്തീകരിക്കപ്പെടുവാൻ ഒരുവനെ സഹായിക്കുന്നതുമാരാണ് പരിശുദ്ധാത്മാവാണ്. രണ്ടാമതായിട്ട്, തന്റെ വലതുവശത്ത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന കള്ളന്റെ പ്രാർത്ഥനയ്ക്ക് ഈശോ കാതുകൊടുക്കുകയാണ്. കുരിശിൽ കിടന്ന് വേദനിക്കുമ്പോഴും ആ കള്ളൻ യേശുവിന് വേണ്ടി നടത്തുന്ന തർക്കത്തിന് ഈശോ വില കൊടുക്കുകയാണ്. പറുദീസയിൽ എന്നെ ഓർക്കണമേ എന്ന്
അവൻ ഈശോയോട് കരഞ്ഞപേക്ഷിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. ഈശോ അവനോട് കരുണയോടെ പറയുന്നു, നീ എന്നോട് കൂടെ ഇന്ന് പറുദീസായിലായിരിക്കുമെന്ന്. അതാണ് ഈശോ പറഞ്ഞ രണ്ടാമത്തെ വചനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടക്കുമ്പോഴും അപരന്റെ ഹൃദയത്തിലേക്ക് കരുണയൊഴുക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞതിന്റെ കാരണം അവന്റെ ഹൃദയത്തിന് മാത്രം സ്വന്തമായ സമാധാനത്തിന്റെ പൂർണ്ണത ഉണ്ടായിരുന്നത് കൊണ്ടാണ്. മരണവിനാഴികയിലും ഈശോയുടെ ചിന്ത എങ്ങനെ മറ്റൊരാളെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഹല്ലേലൂയ. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, കുരിശു ചുവട്ട് നിൽക്കുന്ന വിധവയായ തന്റെ അമ്മയെ ഈശോ കാണുകയാണ്. ഒപ്പം തന്റെ മരണത്തോടെ അനാഥനായിത്തീരുന്ന തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെയും അവിടുന്ന് ഈശോ കാണുന്നു. കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോഴും ഈശോയുടെ ചിന്ത തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചാണ്. തന്റെ പ്രിയപ്പെട്ടവരുടെ സംരക്ഷണത്തെ കുറിച്ചാണ് ഈശോ വേദനിക്കുമ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് തന്റെ അമ്മയെ സംരക്ഷിക്കുവാൻ തന്റെ ശിഷ്യനെ മകനായി സംരക്ഷിക്കാൻ അമ്മയെയും കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഏർപ്പാട് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതികഠോരമായ വിധം മരണത്തെ നേരിടുമ്പോൾ പോലും സ്വയം മറന്ന് തന്റെ പ്രിയപ്പെട്ടവരുടെ സംരക്ഷണത്തെ കുറിച്ച് ഈശോയ്ക്ക് ശ്രദ്ധയും കരുതലും ഉണ്ടായിരുന്നതിന്റെ കാരണം ഈശോയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് പലരും നമ്മുടെ നല്ല അവസ്ഥയിൽ പോലും വേണ്ടപ്പെട്ടവരെ ശ്രദ്ധിക്കുവാനായിട്ട് സമയമില്ല, അല്ലെ? ആരും മെനക്കെടാറില്ല. അപ്പോൾ തന്റെ ജീവിതാന്ത്യത്തിന്റെ സഹനങ്ങളുടെ മണിക്കൂറുകളിലും തന്റെ നിസ്സഹായാവസ്ഥയിലും ഈശോ കാണിക്കുന്ന ഈ കരുതൽ മനോഭാവം നമ്മെ അതിശയിപ്പിക്കുന്നതും പ്രിയപ്പെട്ടവരെ നമുക്കതൊരു പാഠവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായിട്ട് ഈശോ കുരിശിൽ കിടന്ന് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. എന്താണ്? എനിക്ക് ദാഹിക്കുന്നു. നാലാമത്തെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഈശോ കുരിശിൽ കിടന്ന് ദാഹിച്ചത്? ഈശോ ദാഹിച്ചത് തന്റെ പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുവാനായിട്ടാണ്. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന പിതാവിന്റെ ഹിതം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഈശോ ദാഹിക്കുന്നത്. കുരിശിലെ തന്റെ ബലിയർപ്പണം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഈശോ ദാഹിക്കുന്നത്. കുരിശിൽ കിടന്ന് ഈശോ വേദന സഹിക്കുമ്പോഴും പിതാവിന്റെ ഇഷ്ടം നിറവേറണമെന്നും എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും ഈശോയ്ക്ക് ഹൃദയത്തിൽ ദാഹം സൂക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ കാരണം അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഒരുവന് വ്യക്തത കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും വ്യക്തതയും ഉള്ളവർക്ക് മാത്രമേ പ്രതിസന്ധികളുടെ ഇടയിലും തങ്ങളുടെ ജീവിത ദൗത്യം മറക്കാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴും നമ്മളൊക്കെ ചോദിക്കാറില്ല, എന്തിനാണ് ജീവിക്കണം, ഇത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ ചോദിച്ചു പോകുന്നവരുണ്ട്. വേണ്ടപ്പെട്ടവരെ പോലെ മറന്നു പോകുന്നവരുണ്ട്. ജീവിതത്തിന്റെ അർത്ഥം തന്നെ മറന്നു പോകുന്നവരുണ്ട്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം കുരിശിൽ കിടക്കുമ്പോൾ യേശു തന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തു എന്നുള്ളത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ക്രൂശിതനായവനെ, സഹനങ്ങൾക്കിടയിലും പിതാവിന്റെ ഹിതം നിറവേറ്റിയവനെ, എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചവനെ, കുരിശിലെ ബലിയർപ്പണം പൂർത്തിയാക്കാൻ ദാഹിച്ചവനെ, തന്റെ ദൗത്യത്തെ കുറിച്ച്
വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നവരെ, ഹൃദയത്തിൽ സമാധാനം കാത്തു സൂക്ഷിച്ചവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ 22ാം സങ്കീർത്തനം ചൊല്ലുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഈശോ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത്? സങ്കീർത്തനം 22 കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുന്നവർ ഒരിക്കലും ഭഗ്നാശരാകുകയില്ല എന്നർത്ഥമുള്ള ഈ പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചതിന് കാരണം ഈശോയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസമുണ്ടായിരുന്നത് കൊണ്ടാണ്. ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ, സ്വസ്ഥവും ശാന്തവുമായിട്ട് പ്രാർത്ഥിക്കുവാൻ, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതാരാണ്? പരിശുദ്ധാത്മാവാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ഭയങ്കര പ്രശ്നങ്ങളാണ്, പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലേ? പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥനയ്ക്കൊക്കെ ഭയങ്കര തടസ്സമാണ്, പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു പോലുമില്ല എന്നൊക്കെ നമ്മൾ പറയും. കാരണം എന്താണ്? അതന്നെ കാരണം. പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വസ്ഥതയും ശാന്തതയും നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വേദന സഹിച്ച് അന്ത്യശ്വാസം വലിക്കുമ്പോഴും ഈശോയുടെ അധരത്തിൽ നിറഞ്ഞു നിന്നത് എന്താണ്? പ്രാർത്ഥനയായിരുന്നു. നമുക്കൊരു വേദനയുണ്ടാകുമ്പോൾ, നമുക്കൊരു ചെറിയ ക്ഷീണമുണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മാറ്റിവെക്കുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. അതാണ് ഈശോയെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമുക്കൊരു ചെറിയ ക്ഷീണം തോന്നിയാൽ മതി, നമ്മൾ ആദ്യം പ്രാർത്ഥന മാറ്റിവെക്കും. കുരിശിൽ കിടന്ന് വേദന സഹിക്കുന്ന ഈശോയുടെ ആ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മാതൃകയാണ്. ഹല്ലേലൂയ. 6ാമത്തെ തിരുമൊഴി എല്ലാം പൂർത്തിയായി എന്നതാണ്. തന്നെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ അവിടുന്ന് പൂർത്തിയാക്കി. തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഈശോ കുരിശിൽ പൂർത്തിയാക്കി. തന്നെക്കുറിച്ചുള്ള പിതാവിന്റെ പദ്ധതികൾ ഈശോ വിജയകരമായി പൂർത്തിയാക്കി. തന്റെ ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള പിതാവിന്റെ പദ്ധതി ഒന്നുപോലും, ഒരക്ഷരം പോലും വിട്ടുകളയാതെ താൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഈശോ കുരിശിൽ നടത്തുന്നത്. ചിലരൊക്കെ പ്രഖ്യാപനം നടത്താറുണ്ടല്ലേ, ഒന്നും ചെയ്യാതിരുന്നിട്ട് ഒത്തിരിയൊക്കെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കും. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടന്ന് എല്ലാ കാര്യങ്ങളും, പിതാവ് ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും, ഈശോയെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത് എല്ലാം പൂർത്തിയാക്കിയിരുന്നു. അല്ലാതെ വെറുതെ ഭംഗിവാക്കി പറഞ്ഞതല്ല. തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പിതാവിന്റെ തിരുഹിതം മുഴുവൻ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈശോയുടെ ഹൃദയത്തിലുള്ള വികാരം എന്താണ്? ഈശോയുടെ ഹൃദയത്തിലുള്ളത് സ്വസ്ഥതയും ശാന്തതയും സംതൃപ്തിയുമാണ്, അല്ലെ? എല്ലാം പൂർത്തിയായി കഴിയുമ്പോഴുള്ളൊരു സംതൃപ്തി, എല്ലാം ഭംഗിയായിട്ട് പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തി, സമാധാനത്തോടെ വിടവാങ്ങാം എന്നതിന്റെ സംതൃപ്തിയാണ് ഈശോയ്ക്കുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കി ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈശോയ്ക്കുണ്ടായിരുന്ന ഈ സ്വസ്ഥതയും ഈ സംതൃപ്തിയും നമ്മുടെ ഹൃദയത്തിലുണ്ടാകുമോ? അല്ലെ, നമ്മളൊക്കെ വിട പറഞ്ഞു പോകേണ്ടവരാണ്. അപ്പോൾ നമ്മൾ വിട പറയുമ്പോൾ ഈശോ അനുഭവിച്ച ഈ സ്വസ്ഥതയും ശാന്തതയും നമ്മുടെ ആത്മാവിനുണ്ടാകുമോ? ദൈവം എന്നെ ഏൽപ്പിച്ച എല്ലാ ദൈവീക പദ്ധതികളും ഞാൻ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് സംതൃപ്തിയോടെ സമാധാനത്തോടെ മരണത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? അങ്ങനെ മരിക്കുന്നതിനെയാണ് പ്രിയപ്പെട്ടവരെ നല്ല മരണമെന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ നല്ല മരണം എന്ന് പറയുന്നത് എന്തിനാണ്?
നമ്മൾ നല്ല മരണമെന്ന് പറയുന്നത് എന്തിനാ? അയാൾ കഷ്ടപ്പെട്ടിലധികം അല്ലേ? രോഗമില്ലാതെ മരിച്ചു, നല്ല മരണം. കഷ്ടപ്പെടാതെ മരിച്ചു, നല്ല മരണം. ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള നല്ല മരണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമേൽപ്പിച്ച പദ്ധതികൾ എല്ലാം പൂർത്തിയാക്കി സംതൃപ്തിയോടെ സമാധാനത്തോടെ ഈ ലോകത്തോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് വിട പറയുമ്പോൾ, നമ്മൾ ഗുഡ്ബൈ പറയുമ്പോഴാണ് നല്ല മരണമാകുന്നത്. അല്ലാതെ രോഗപീഠയില്ലാതെ മരിക്കുന്നതിനെയല്ല നല്ല മരണമെന്ന് പറയുന്നത്. മഹാത്മാവായ ശിമയോന്റെ വിടവാകൽ നമുക്കറിയാമല്ലേ? സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഈ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കാം. ഒരു വിടവാങ്ങല, ഉള്ളിൽ സംതൃപ്തിയാണ്, എല്ലാം കണ്ടു കഴിഞ്ഞു, ഇനിയൊന്നും കാണാനില്ല അല്ലേ? നമ്മളൊക്കെ മരിക്കുമ്പോൾ എത്ര തലമുറകളെ കണ്ടു, വീണ്ടും തലമുറകളെ കാണാനുള്ളൊരാഗ്രഹം അല്ലേ? അതാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല. അവിടെ നമുക്ക് സംതൃപ്തിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് ഏഴാമതായി ഈശോയുടെ അധരത്തിൽ നിന്നും അടർന്നു വീണ ഏറ്റവും ഒടുവിലത്തെ തിരുമൊഴി എന്താണ്? എന്റെ ആത്മാവിനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അതായത് തനിക്ക് 100% സംരക്ഷണത്തിന്റെ ഉറപ്പുള്ള അമ്മയുടെ മാറിടത്തിലേക്ക് ഒരു കുഞ്ഞ് തല ചായ്ക്കുന്നത് പോലെ ഈശോ തന്റെ പിതാവിന്റെ മാറിടത്തിലേക്ക് തല ചായ്ക്കുകയായിരുന്നു. അമ്മയുടെ നെഞ്ചോട് ചേർന്ന് ശാന്തമായി ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ ഈശോ ആ കുരിശിൽ കിടന്ന് പിതാവിലേക്ക് തലചായ്ച്ച് സ്വസ്ഥമായി ശാന്തമായി മരണം വരിച്ചു. തന്റെ സമാധാനത്തിൽ, തന്റെ ശാന്തതയിൽ നിലനിർത്തിയ തന്റെ ആത്മാവിന്റെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈശോ വിട പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ചോദിച്ചോട്ടെ, നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ആത്മാവ് ബാക്കിയുണ്ടാകുമോ? ഉണ്ടാകുമോ? ജീവിതകാലത്ത് തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ആത്മാവിനെ സമർപ്പിക്കുന്നവരുണ്ട്. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ലോകവസ്തുക്കൾക്കും വേണ്ടിയൊക്കെ ആത്മാവിനെ സമർപ്പിക്കുന്നവരുണ്ട്. സാത്താൻ ആത്മാവിനെ സമർപ്പിക്കുന്നവരുണ്ട്. മദ്യത്തിൽ മരിക്കുന്നവർ മദ്യത്തിനാണ് തന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നത്. മയക്കുമരുന്നിൽ, ലഹരിയിൽ മരിക്കുന്നവർ മയക്കുമരുന്നിനാണ്, ലഹരിക്കാണ് തന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നത്. സമ്പത്തിനു വേണ്ടി മരിക്കുന്നവർ, ലോകവസ്തുക്കൾക്ക് വേണ്ടി മരിക്കുന്നവർ സമ്പത്തിനും നശ്വരമായ വസ്തുക്കൾക്കുമാണ് അവരുടെ ആത്മാവിനെ സമർപ്പിക്കുന്നത്. നമ്മുടെ ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ, നമ്മൾ മരണത്തെ ആശ്ലേഷിക്കുമ്പോൾ, ദൈവം തന്ന ആത്മാവിനെ തിരിച്ചു ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ നമ്മുടെ ശരീരത്തിലൊരു ആത്മാവ് അവശേഷിക്കുമോ? ആത്മാവിന് പകരമായി നമ്മൾ എന്തു കൊടുക്കും? ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചു പോയാൽ എന്ത് പ്രയോജനം? കർത്താവിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവകരങ്ങളിൽ നമ്മൾ സുരക്ഷിതമായി ഏൽപ്പിക്കുന്ന ആത്മാവിലൂടെയാണ് നമ്മൾ നിത്യമായ ജീവൻ ആസ്വദിക്കുന്നത്. അനന്തമായ ജീവൻ നമ്മൾ ആസ്വദിക്കുന്നത് ദൈവകരങ്ങളിൽ നമ്മൾ സുരക്ഷിതമായി സമർപ്പിച്ച ആത്മാവിലൂടെയാണ്. അല്ലാതെ നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെയല്ല നിത്യമായ ജീവൻ ആസ്വദിക്കുന്നത്. ആത്മാവ് നഷ്ടപ്പെട്ടവന് പിന്നെ എന്താ അനന്ത ജീവനാവുള്ളത് അല്ലേ? ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ, അനുതപിച്ച കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്തവരെ, അനുതപിക്കുന്നവർക്ക് വേണ്ടി സ്വർഗകവാടം തുറന്നവരെ,
എല്ലാ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ കിടന്ന് ദാഹിച്ചവരെ, തന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കിയവരെ, പിതാവിന്റെ കരങ്ങളിൽ തന്റെ ആത്മാവിനെ സമർപ്പിച്ച് നല്ല മരണം ഭരിച്ചവരെ, പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയവരെ, ഞങ്ങളെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഭരമേൽപ്പിച്ചവരെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പഠിച്ചത് മറിയത്തിന്റെ അഞ്ചാമത്തെ വ്യാകുലത്തെക്കുറിച്ചും കുരിശിൽ കിടന്ന് വേദനിച്ചപ്പോഴും ഈശോ എങ്ങനെ സമാധാനത്തോടെ ദൈവിക പദ്ധതി പൂർത്തീകരിച്ചു എന്നതിനെ കുറിച്ചുമാണ്. കുരിശിൻ ചുവട്ടിൽ നിന്ന് മറിയത്തിന്റെ ഹൃദയത്തിൽ പ്രതിഫലിച്ചത് ഈശോയുടെ ഹൃദയത്തിലെ സമാധാനം തന്നെയായിരുന്നു. കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ ക്രിസ്തുവിന്റെ മനസ്സ് പതറാതിരുന്നത് പോലെ കുരിശിൽ ചുവട്ട് നിൽക്കുന്ന മറിയത്തിന്റെ മനസ്സ് പതറുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ ആ പരിശുദ്ധ അമ്മ പിടിച്ചു നിന്നത് കുരിശിലാണ്. കുരിശിൽ പിടിച്ചു നിൽക്കുന്ന ആർക്കും ഒരിക്കലും സ്വസ്ഥത നഷ്ടപ്പെടില്ല, സമാധാനം നഷ്ടപ്പെടില്ല. അവരൊരിക്കലും തളർന്നു വീഴുന്നില്ല, ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കുരിശിൽ കിടന്നപ്പോഴും സമാധാനം അനുഭവിച്ച ഈശോയെ, ഞങ്ങളുടെ ജീവിത ദുഃഖത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ആന്തരികമായ സമാധാനം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയെ പോലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും വ്യാകുലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ തളർന്നു വീഴാതിരിക്കാൻ കുരിശിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു.